അപ്പോൾ അങ്ങനെ വോട്ട് കോൺഗ്രസ്സിന് ചെയ്തു. ഏതായാലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കെ പി ധനപാലൻ 75,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് ജയിച്ചു. ഹുസൈൻ രണ്ടത്താണി തോറ്റുപോയി. എന്ന് മാത്രമല്ല, കേരളത്തിൽ 4 മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥികൾ ജയിച്ചുള്ളൂ. ഒന്ന് കാസർഗോട്ട് പി കരുണാകരൻ, പിന്നെ പാലക്കാട്ട് MP രാജേഷ് ഏതാണ്ട് 1000 പരം വോട്ടിന് ജയിച്ചു. പിന്നെ ഒറ്റപ്പാലം അല്ലപ്പോഴത്തേക്കും ആ മണ്ഡലത്തിൻ്റെ പേര് മാറി ആലത്തൂർ സംവരണ സീറ്റിൽ PK ബിജു, പിന്നെ ആറ്റിങ്ങൽ നമ്മുടെ ഡോക്ടർ A സമ്പത്ത്. ഇത്രയും പേരെ ജയിച്ചുള്ളൂ. ബാക്കി 16 സീറ്റിലും LDF തോറ്റ് തുന്നമ്പാടി എന്നല്ല ബൗളർ ഹാറ്റിട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലൊരു സന്തോഷം തോന്നി. നമ്മളൊരു നല്ല കാര്യം ചെയ്തല്ലോ. ശർമ്മക്ക് വോട്ട് ചെയ്തപ്പോൾ ഉണ്ടായ പോലത്തെ ഒരു സന്തോഷം, ഒരു മനസ്സമാധാനം, ഒരു ഉല്ലാസം തോന്നി. കാരണം ഈ അബ്ദുൽ നാസർ മദനിയുടെ കൂട്ടുകൂടി തെറ്റായി പോയെന്ന് പിന്നീട് CPM തന്നെ വിലയിരുത്തുകയും അത് പാർട്ടിക്കാരോട് ഏറ്റുപറഞ്ഞു. അങ്ങനെ ഒരു തെറ്റ് തിരുത്തിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഞാനും എന്നെപ്പോലുള്ള ആളുകളും കൈപ്പറ്റിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പോഴും അതേ മാനസികാവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. കാരണം പിണറായി സഖാവിൻ്റെ ഭരണം സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെത്തി.